നമസ്കാരം. ഞാൻ ഹരിദാസ് കുത്യതോട്. ആലപ്പുഴ ജില്ലയിലെ കുത്യതോട് എന്ന ഗ്രാമമാണ് എൻ്റെ സ്വദേശം. ഞാൻ ആരംഭിക്കുന്ന ഹരിത സഞ്ചാരം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞങ്ങൾ കൊട്ടിയൂരിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്ത് ഞങ്ങൾ തലശ്ശേരിയിലെത്തി. അവിടെ നിന്നും 1.25 മണിക്കൂർ യാത്ര ചെയ്താണ് കൊട്ടിയൂരിലെത്തിയത്. അവിടെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി അക്കരെ കൊട്ടിയൂരെന്നും ഇക്കരെ കൊട്ടിയൂരെന്നും 2 ആർച്ചുകളുണ്ട്. അതിൽ അക്കരെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യം പോകുന്നത്. ഇരുവശങ്ങളിലുമായി താൽക്കാലിക കച്ചവടക്കാർ ധാരാളമുണ്ട്. സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത അവസാന നാളുകളിൽ പോയതിനാൽ തിരക്ക് നന്നേ കുറവായിരുന്നു. മഴ പെയ്യുന്നതിനാൽ വീഡിയോ കവറേജും അല്പം ബുദ്ധിമുട്ടിലായിരുന്നു. ദക്ഷയാഗ വേദിയായിട്ടാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഒരു നിർമ്മിതികളുമില്ലാതെ കെട്ടിയുണ്ടാക്കുന്ന ഓലക്കുടിലാണ് മഹാദേവൻ സ്വയംഭൂവായി വസിക്കുന്നത്. തൊട്ടരികിൽ അമ്മാറക്കൽ തറയിൽ ദേവിയും. മലനാടൻ മലനിരകളെ വലയം വെച്ചു വരുന്ന പുണ്യനദിയെ കൊട്ടിയൂരെത്തുമ്പോൾ ബാവലിപ്പുഴയായി മാറുന്നു. നിരത്തിൽ നിന്നും 6 അടിയോളം താഴ്ചയിൽ നിൽക്കുന്ന ക്ഷേത്രത്തിൽ മുട്ടോളം വെള്ളത്തിൽ പ്രദക്ഷിണം ചെയ്താണ് ഭക്തർ ദർശനം ചെയ്യുന്നത്. ഇതിനായുള്ള ജലം ബാവലിപ്പുഴയിൽ നിന്നും എത്തിക്കുകയും അധികം വരുന്ന ജലം പുറത്തേക്കൊഴുകി പോകുന്നതിനുള്ള സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. കൊട്ടിയൂരിൽ വൈശാഖമാസം അണയുന്ന കാലം. ഇടവമാസ ചോതിനാളിൽ അക്കരെ ക്ഷേത്രത്തിൽ ചോതിവിളക്ക് തെളിയുകയായി. ഈറത്തണ്ടുകൾ പൂവണിയുന്ന കാലമായി എന്ന സന്ദേശവുമായി മാരിക്കാർമുകിലുകൾ മാനത്തു നിറഞ്ഞു നിന്നു. ദക്ഷരാജന്റെ രക്തമൊഴുകിയ രുതിരഞ്ചിറയിൽ വലത്തുവയ്ക്കുന്ന ഭക്തന്റെ മുന്നിൽ ഹരിഗോവിന്ദം ഉണരുകയായി. അക്കരെ കൊട്ടിയൂരിൻ്റെ മണിത്തറയിൽ ചോതിവിളക്കിൻ്റെ പ്രഭയിൽ പ്രദക്ഷിണം വയ്ക്കുന്ന ഭക്തന്റെ നൊൻപരം ഏറ്റുവാങ്ങാൻ ഭഗവാൻ ശിലയിൽ കുടികൊള്ളുന്നു. ഈറനൊടുത്തു വരുന്ന ഭക്തർക്ക് കുളിർമഴയായി അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
ഭക്തരുടെ സങ്കടങ്ങൾ ഏറ്റുവാങ്ങാൻ ഭഗവാനും ഭഗവതിയും ഈ വനാന്തരത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് പ്രകൃതിയോടെ ലയിച്ചിരിക്കുന്നു. മിഥുനമാസത്തിലെ ചിത്രനാളിൽ ഭഗവാന് തൃക്കലശം നടക്കുന്നതോടുകൂടി വൈശാഖ മഹോത്സവത്തിന് സമാപനമായി. ഇനി ദക്ഷയാഗത്തെക്കുറിച്ച്. തൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി ശിവനെ പരിണയിച്ച മകൾ സതിയെയും വരൻ ശിവനെയും അപമാനിക്കുന്നതിനു വേണ്ടി ദക്ഷൻ സംഘടിപ്പിച്ച ഒരു യാഗമാണ് ദക്ഷയാഗം. ലോകത്തുള്ള 33 കോടി ദേവകളെയും ക്ഷണിച്ചുകൊണ്ട് ശിവനെയും സതിയെയും മാത്രം ബോധപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് യാഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ തൻ്റെ അച്ഛൻ നടത്തുന്ന യാഗത്തിൽ ക്ഷണിക്കാതെ തന്നെ പങ്കെടുക്കാനെത്തിയ സതിയെ ദക്ഷൻ വളരെയധികം അപമാനിച്ചു. ഒടുവിൽ അപമാനം സഹിക്കാനാവാതെ വന്ന സതി യാഗശാലയ്ക്കരികിൽ ആത്മഹൂതി ചെയ്യുകയാണ് ഉണ്ടായത്. ഇതറിഞ്ഞ മഹാദേവൻ ക്രോധാകുലനാവുകയും ആ ക്രോധത്തിൽ നിന്നും വീരഭദ്രൻ ഉത്ഭവിക്കുകയും ചെയ്തു. യാഗഭൂമിയിലെത്തിയ വീരഭദ്രൻ ദക്ഷന്റെ ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു. കലിയടങ്ങാത്ത വീരഭദ്രൻ കയ്യിലിരുന്ന വാള് ചുഴറ്റി എറിഞ്ഞത് വയനാട്ടിലുള്ള മുതിരേരിയിലാണ് വന്ന് പതിച്ചത്. പിന്നെ അവിടെ ക്ഷേത്രമുണ്ടാവുകയും ആ ക്ഷേത്രത്തിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട നമ്പൂതിരി ആചാരാനുഷ്ഠാനങ്ങളോടെ വാളുമായി കൊട്ടിയൂരെത്തുന്നതോടെയാണ് കൊട്ടിയൂർ ഉത്സവം ആരംഭിക്കുന്നത്. വാള് മടങ്ങിപ്പോകുന്നതോടെ ഉത്സവം സമാപിക്കുകയും ചെയ്യുന്നു. യാഗസ്ഥലത്ത് സതീദേവി ജീവത്യാഗം ചെയ്ത ഭാഗത്തിനെ അമ്മാറക്കൽ തറ എന്ന് പറയുന്നു. തൊട്ടരിവിൽ മഹാദേവൻ സ്വയംഭുവായി മാറുകയും ചെയ്തു. ഇതാണ് കൊട്ടിയൂരിൻ്റെ ചുരുക്കിപ്പറഞ്ഞ ഐതിഹ്യം. ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ദർശിച്ചിട്ടില്ലാത്ത നിഗൂഢമായ ഒത്തിരി പൂജകളാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഓടപ്പൂവിനെ കുറിച്ച് പറയാം. കൊട്ടിയൂരത്തെ ഒരു പ്രധാന പ്രസാദമാണ് ഓടപ്പൂവ്. വയനാടൻ വനാന്തരങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ഈറ്റത്തണ്ടുകളിൽ നിന്നും ഓടക്കുഴലുകൾ മാത്രമല്ല ഓടപ്പൂവ് നിർമ്മിക്കാൻ കഴിയും. ഇത് ഭാരതത്തിൽ കൊട്ടിയൂരിന് മാത്രം സ്വന്തപ്പെട്ടതാണ്. ഈറ്റത്തണ്ടുകൾ ഒരു പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്താണ് ഓടപ്പൂവ് നിർമ്മിക്കുന്നത്. ഇത് മഹാദേവന്റെ പ്രസാദമായി കരുതി ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി എല്ലാവരും വാങ്ങിക്കൊണ്ടുപോയി വീട്ടിൽ സൂക്ഷിക്കുന്നു. ഇതിനും ഒരു കഥയുണ്ട്. വീരഭദ്രൻ ദക്ഷവധത്തിനായി യാഗശാലയിലെത്തുമ്പോൾ ആദ്യം കാണുന്നത് ഭൃഗുമഹർഷി ഇരുന്ന് യാഗം നടത്തുന്ന രംഗമാണ്. ക്രോധത്താൽ മഹർഷിയുടെ വെളുത്ത താടിയാണ് വീരഭദ്രൻ ആദ്യം അരിഞ്ഞു തള്ളിയത്. അങ്ങനെ അരിഞ്ഞു മാറ്റിയ താടിയാണ് ഓടപ്പൂവായി പരിണമിച്ചത് എന്നാണ് ഐതിഹ്യം. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.